Ladies and gentlemen, this is Adarsh and welcome to my Conedy. സംഭവം അധ്യായം 1. സോ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു മലയാളം സിനിമയാണ് സംഭവം അധ്യായം 1. ഈ മിസ്റ്ററി ത്രില്ലേഴ്സ് അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ പടങ്ങൾ വിത്ത് സം ഹൊറർ എലമെന്റ്സ് ഇതിന്റെയൊക്കെ ഫാൻ ആണ് വെച്ചാൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഈ സിനിമ സംഭവം പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിമിനെ ബേസ് ചെയ്തിട്ടുള്ള. അപ്പൊ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാൻ നിൽക്കണ്ട, ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഈ പടം കാണാം. ഇതൊരു ട്രീറ്റ് തന്നെ ആയിരിക്കും. എന്നാൽ ആ ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെവൽ എത്തി ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നോന്നേ പറയാൻ പറ്റൂ. സോ ഞാനിത് തിയേറ്റർ പോയി കാണാതിരുന്ന പടം തന്നെയാണ്. കാരണം തിയേറ്റർ റിലീസ് ചെയ്തപ്പോൾ അത്യാവശ്യം പീപ്പിൾ അക്സെപ്റ്റൻസ് നേടിയ സിനിമയാണ്. പക്ഷെ ഇത് ആ ഷോർട്ട് ഫിലിം ഞാൻ ഓൾറെഡി കണ്ടതാ. പിന്നെ കണ്ട സാധനം വീണ്ടും തിയേറ്ററിൽ പോയി കാണാൻ നോമിന്റെ പൈസ ഇല്ല. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് ഓൾ അബൌട്ട് മണി ആൻഡ് മണി മാറ്റേഴ്സ്. ഞാൻ ഈ റിലീസ് ചെയ്യുന്ന പടങ്ങൾ പോലും തിയേറ്ററിൽ പോയി കാണാറില്ല. കാരണം ഓൾറെഡി കണ്ടതാണ്, പിന്നെ എന്തിനു കാണണം? അതാണ് നോമിന്റെ ആറ്റിറ്റ്യൂഡ്. സോ ഇതിൽ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ അസ്കർ അലിയാണ്, ആസിഫ് അലിയുടെ അനിയൻ. സോ പലപ്പോഴും പലരും പറയണേ ഞാൻ കേട്ടിട്ടുണ്ട്, അസ്കർ അലി ഈസ് വെരി അണ്ടർ റേറ്റഡ്. സോ മൈ ക്വസ്റ്റ്യൻ ഈസ് ഓൺ ദ ബേസിസ് ഓഫ് വാട്ട്? ഹൗ ഈസ് ഈ അണ്ടർ റേറ്റഡ്? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. സോ ഇതിൽ ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറിന്റെ ക്യാരക്ടറാണ് അസ്കർ അലിക്ക് കൊടുത്തിരിക്കുന്നത്. അത് എത്രത്തോളം ഇമ്മെച്യൂർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ അതിന്റെ പീക്കിൽ അണ്ണൻ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ഈ സിനിമ കിടുവാണ്, അല്ലെങ്കിൽ ഇതിന്റെ ലൂപ്പ് എലമെന്റ്സ് നൈസ് ആണ്, എക്സ്പ്ലനേഷൻ നൈസ് ആണ്, ട്വിസ്റ്റ് നൈസ് ആണ് പറഞ്ഞാലും പെർഫോമൻസ് ആൻഡ് കാസ്റ്റ് വൻ ഷോഗാണ്. പെർഫോമൻസ് വൈസ് ഈച്ച് ആൻഡ് എവറി വൺ, ഇവരുടെ ഡയലോഗ് ഡെലിവറി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ സിനിമയുടെ നിലവാരം. സിനിമയെ ഞാൻ കുറ്റം പറയില്ല, കാരണം ഈ സിനിമ നല്ല സിനിമയാണ്. അത്യാവശ്യം നല്ല ലൂപ്പ് എലമെന്റ്സ് ഉള്ള പടമാണ്, നല്ല ട്വിസ്റ്റ് ഉള്ള പടമാണ്. അതിനവർ സീൻ ബൈ സീൻ കണക്ട് ചെയ്ത രീതി എനിക്ക് ഇഷ്ടമാണ്. ഇതിന്റെ വിഷ്വൽസ് നൈസ് ആണ്. പക്ഷെ കാസ്റ്റിംഗ് അട്ട ഷോക്ക്. അസ്കർ അലിയൊക്കെ ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എനിക്ക് ഇന്നേ വരെ ആളുടെ ഒരു പടം കണ്ടിട്ട് അങ്ങനെ നന്നായി പെർഫോം ചെയ്ത പോലെ ഇതേ വരെ തോന്നിയിട്ടില്ല, ഇനി തോന്നൂല്ല തോന്നുന്നു. അത് ആ ഒരു നിലവാരത്തിലാണ് അണ്ണൻ പണി വെച്ചിരിക്കുന്നത്. ആള് മാത്രമല്ല, ഇതിൽ അശോകൻ പറഞ്ഞ ഒരു പോലീസ് ഓഫീസർ ആയിട്ട് അഭിനയിച്ച ആള് അതുവരെ ആർട്ടിഫിഷ്യൽ ആയിരുന്നു. റെജി പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ആൾ യൂഷ്വലി ആ ക്യാരക്ടർ ചെയ്ത ആക്ടർ വളരെ വൃത്തിക്ക് പെർഫോം ചെയ്യുന്ന ആളാണ്. അങ്ങേര് വരെ പല സമയത്ത് ആളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സോ നമ്മുടെ അസ്കർ അലിയുടെ വൈഫ് പ്രഗ്നന്റ് ആണ്. ആ സമയത്ത് പോലീസ് ഓഫീസറാണ് ആള്. ആ സമയത്താണ് ആൾക്ക് ട്രാൻസ്ഫർ കിട്ടുന്ന ഒരു പട്ടിക്കാട്ടിലോട്ട്. ആ പട്ടിക്കാട്ടിൽ പോണ വഴി നടക്കുന്ന സംഭവങ്ങളും പരിപാടികളും പറഞ്ഞു പോകുന്ന സിനിമയാണ് സംഭവം അധ്യായം 1. ഇതിലത്തെ ട്വിസ്റ്റും പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ആൻഡ് ഏറ്റവും വലിയൊരു പോസിറ്റീവ്, അനാവശ്യ റൊമാൻസ് ഇല്ല, ഊളച്ചളികളില്ല, ഗിമ്മിക്സ് ഇല്ല. ഓൾമോസ്റ്റ് 2 മണിക്കൂർ എന്തോ ഉള്ളു പടം. ഫ്രം ദ വെരി ഫസ്റ്റ് സീൻ ടു ദ ലാസ്റ്റ് പടം സീരിയസ് മോഡിൽ തന്നെയാണ്. അത് ഇപ്പൊ നമുക്ക് കൺഫ്യൂസ് ഒക്കെ ആവും കേട്ടോ. ചില സമയത്ത് ഇത് എന്തോന്ന് ഇങ്ങനെ, അതുകൊണ്ട് ഭയങ്കര ശ്രദ്ധിച്ച് കാണണം. പക്ഷെ പെർഫോമൻസ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു പോയി. ചില ക്യാരക്ടേഴ്സ് കാണുമ്പോൾ ഇവർക്ക് പകരം വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ തിങ്സ് വുഡ് ഹാവ് ബീൻ ബെറ്റർ എന്ന് വളരെ തോന്നും. അത്രയും ബോറായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പല ക്യാരക്ടേഴ്സും. എനിക്ക് ആ ഒരു പെർഫോമൻസ് വൈസ് ഒട്ടും വർക്ക് ആയിട്ടില്ല. ലാസ്റ്റത്തെ ട്വിസ്റ്റ് ഒക്കെ അതൊക്കെ നൈസ് ആയിരുന്നു. അതൊക്കെ ചിലതൊക്കെ നമ്മൾ ഞെട്ടും. ആൻഡ് ഇതിൽ ചില എലമെന്റ്സ് ഉണ്ട്, ഹൊറർ എലമെന്റ്സ് ഉണ്ട്. നല്ലൊരു സൗണ്ട് സിസ്റ്റം ഒക്കെ വെച്ച് കേട്ട് കഴിഞ്ഞിട്ട് 1-2 പോർഷൻസിൽ ജംപ് സ്കെയർസും പരിപാടിയൊക്കെ കിട്ടുന്നുണ്ട്. സോ ഓവറോൾ നോക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ സംഭവം പറഞ്ഞ ആ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടില്ലെങ്കിൽ ദിസ് വുഡ് ബി എ ഗ്രേറ്റ് വാച്ച്. അല്ലാതെ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെവൽ എത്തിയോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം പല സമയത്തും ഇത് ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടി പോയ പോലെ തോന്നി. സിദ്ധാർത്ഥ് ഭാരതൻ ഇതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആൾക്കും വലുതായിട്ട് പെർഫോം ചെയ്യാനില്ല. ഒരു മദാമി ഉണ്ട്, ഒരു മദാമൻ ഉണ്ട്. ആ മദാമ ചില സമയത്ത് പേടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ടു മീ ദിസ് ഇസ് എ നൈസ് പടം. കാസ്റ്റിംഗും പെർഫോമൻസും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു നൈസ് പടമായിട്ട് എനിക്ക് തോന്നി. സോ വേണ്ടവർ കണ്ടുവെക്കുക. ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്.